നമ്മുടെ ഏത് വേറെ കൺട്രിയിലുണ്ട് UPI ഇതുപോലെ സജീവമായിട്ട്? നമ്മൾ യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ പ്രായമായിട്ടുള്ളവരായിക്കോട്ടെ, ഏറ്റവും ആൾക്കാർക്കെല്ലാം ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് UPI. ഇത് നമ്മുടെ ഈ ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയാണ് UPI ഉള്ളത്? ഇത് ആര് കൊണ്ടുവന്നതാണ്? ആര് വന്നതിന് ശേഷം വന്ന? ഓക്കെ, UPI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഡെവലപ്ഡ് ബൈ NPCI. ഈ NPCI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഈ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ ഗൈഡൻസ് പ്രകാരം ഡെവലപ്പ് ചെയ്തൊരു പ്ലാറ്റ്ഫോമാണ് UPI. ഇതിലിപ്പം ഈ ആതിര ചേച്ചി പറഞ്ഞ പോലെ തന്നെ UPI ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മളെ നാട്ടുകാർ തന്നെയാണ്, ഇന്ത്യക്കാർ തന്നെയാണ്. കാരണം അത് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തതാണല്ലോ. പിന്നെ ഇപ്പം കറന്റ് കുറച്ച് രാജ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഫ്രാൻസ്, സിംഗപ്പൂർ, UAE, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക എന്നീ കുറച്ച് രാജ്യങ്ങളിൽ നമുക്ക് UPI പേയ്മെൻറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ ഇത് ഉണ്ടാക്കിയത് ആരാണ്, ഇത് കൊണ്ടുവന്നത് ആരാണെന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് കൊണ്ടുവന്നത് BJP ഗവൺമെൻറ് ആണോ? അല്ല. 2008 NPCI ലോഞ്ച് ചെയ്യുന്നത്. NPCI ലോഞ്ച് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ നമ്മളെ കുറച്ച് നാഷണൽ ബാങ്ക്സ് എല്ലാവരും കൂടിയാണ് NPCI ലോഞ്ച് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഡിജിറ്റൽ പേയ്മെൻറ്റിൻ്റെ സിസ്റ്റം, അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വീണ്ടും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് NPCI കൊണ്ടുവരുന്നത്. ഈ NPCI ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അന്ന് 2008 മൻമോഹൻ സിംഗ് സർക്കാരാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 2008-2009 കാലയളവിൽ ആണ് ആദ്യത്തെ ഗ്രൗണ്ട് വർക്ക്, ഈ UPIൻ്റെ ആദ്യത്തെ ഗ്രൗണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മുതൽ ഓരോ ഘട്ടമായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് ശേഷമാണ് 2016 ഈ UPI ലോഞ്ച് ചെയ്തത്. അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് നരേന്ദ്രമോദി സർക്കാർ ആയതുകൊണ്ടാണ് നരേന്ദ്രമോദി അത് ലോഞ്ച് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അന്ന് ലോഞ്ച് ചെയ്യുന്നത്. അല്ലാതെ ഇത് ഇന്നൊരു പാർട്ടി അല്ലെങ്കിൽ ഇന്നൊരു ഗവൺമെൻറ് BJP ഗവൺമെൻറ് വന്നതിന് ശേഷം ലോഞ്ച് ചെയ്തതെന്ന് പറയാൻ ഇവിടെ ആർക്കും ഒരു വോയിസ് ഇല്ല. കാരണം ഇത് 2008 മുതൽ 2016 വരെയുള്ള ഒരു പ്രോസസ്സിന് ശേഷം വന്നൊരു സംഭവമാണ്. പിന്നെ വേറെ രാജ്യത്തിലും ഈ UPI വരുന്നതിനെക്കാട്ടി മുന്നേ വേറെ പല രാജ്യങ്ങളിലും ഈ ഓൺലൈൻ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ സിസ്റ്റം ഉണ്ട്. നമ്മൾ ഇന്ത്യയിലല്ല ആദ്യമായിട്ട് ഇത് കൊണ്ടുവന്നത്.